കായംകുളത്ത് LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിന് നടപടിയെടുക്കാൻ നിർദ്ദേശം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണ് ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ഷബീദ്, ഗുഡ് മോർണിംഗ്. ഷബീദെ, ഈ കായംകുളത്തെ യു പ്രതിഭയ്ക്ക് ഉണ്ടായ അധിക്ഷേപ പരാമർശത്തിൽ ഇലക്ടറൽ ഓഫീസർ നടപടിയെടുക്കാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു എന്ന് വാർത്ത വരുന്നുണ്ടല്ലോ, എന്താണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം വളരെ വിവാദമായ ഒരു സംഭവമായിരുന്നു യു പ്രതിഭയ്ക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശം. അതടക്കമുള്ള കാര്യങ്ങളിൽ നേരത്തെ തന്നെ CPM നിലപാട് വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പരാതിയുമായി കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു. അതായത് ആലപ്പുഴ ജില്ലാ UDF കൺവീനറായ A. ഇർഷാദിനെതിരെ പെരുമാറ്റച്ചട്ട ലംഘനത്തിനായിരുന്നു പരാതി നൽകിയത്. ആ പരാതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട നടപടിയെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ആലപ്പുഴ ജില്ലാ കളക്ടറോടാണ് നിർദ്ദേശം നൽകിയത്. ഇക്കാര്യത്തിൽ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി എടുക്കണമെന്നുള്ളതായിരുന്നു CPM-ന്റെ ആവശ്യം. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ ഉച്ചയ്ക്ക് 1 മണിക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കെയിൻ അനന്തര നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരിക്കുന്നത്? പറയൂ ഷബീദ്. ഇക്കാര്യത്തിൽ ഒരു ഗൗരവമുള്ള പരാതിയെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതിനെ കാണുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും തരത്തിൽ റെക്കോർഡിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഈ വിഷയത്തിലുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ പിന്നീട് അദ്ദേഹം പ്രതികരിച്ചപ്പോൾ അദ്ദേഹം ഇച്ചിരി അയഞ്ഞിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇക്കാര്യത്തിൽ CPM എടുക്കുന്ന നിലപാടും യു പ്രതിഭ എടുത്ത നിലപാടും നമ്മൾ കണ്ടതാണ്. അതായത് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനം എന്ന രീതിയിൽ തന്നെയാണ് ഈ പരാതി പോയിരിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ സ്ത്രീകൾക്കെതിരെയിട്ടുള്ള അധിക്ഷേപ പരാമർശം, മാത്രവുമല്ല ലൈംഗിക ചുവയോടെയുള്ള കാര്യം, ഇതടക്കമുള്ള കാര്യങ്ങളിൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി പോലീസിന് പ്രൊവിഷൻ ഉണ്ട്. ഏതായാലും ആലപ്പുഴ ജില്ലാ കളക്ടറാണ് ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകേണ്ടത്. സംഭവം നടന്ന ആലപ്പുഴ ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരിക്കും കേസെടുക്കുക എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.